ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജു വി എൻ, ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ശരീരം പറയുകയാണ് എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഓരോരോ മാറ്റങ്ങൾ കാണും. എന്തൊക്കെയാണെന്നറിയാമോ? അതായിട്ട് നമുക്ക് മസിൽസിൽ, നമ്മുടെ ജോയിൻസിലൊക്കെ ഒരു പ്രത്യേക കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കരമായിട്ട് മസിൽ വേദനിക്കുക, ജോയിൻസിലൊക്കെ വേദന, രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ടിരിക്കുക, ആ ഒരു സ്മൂത്തായിട്ടുള്ള നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ്സ് ഒന്നും നടക്കില്ല, ശരീരം ഭയങ്കരമായിട്ട് വേദനിക്കും. അതേപോലെ ഭയങ്കര ക്ഷീണമായിരിക്കും. എന്ത് ചെയ്താലും നമുക്ക് ക്ഷീണം, നമ്മൾ നന്നായിട്ട് കഴിച്ചാലും കുടിച്ചാലും ഒക്കെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. ഒന്നും ചെയ്യാനും ഒരു ഉത്സാഹം ഉണ്ടാവില്ല. എല്ലാത്തിനോടും ഒരു ഉന്മേഷക്കുറവ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറന്നു പോവുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോവുക. പിന്നെ നമുക്ക് അടിക്കടി ജലദോഷം, പനി, തുമ്മൽ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് അടിക്കടി വരിക. കഴിഞ്ഞ മാസവും വന്നു, പിന്നെ അതേ വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ അടുപ്പിച്ച് നമുക്കിങ്ങനെ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കുക. അതേപോലെ ഈ ആസ്മയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അടിക്കടി ഈ ഒരു ആസ്മയുടെ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മുടെ എല്ലുകൾക്കൊന്നും ഒരു ശക്തി ഉണ്ടാവില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് വീണതാണെങ്കിൽ പോലും നമ്മുടെ എല്ല് പൊട്ടുക, പെട്ടെന്ന് ആ എല്ല് പൊട്ടും. നമുക്ക് ആ ഒരു ഫ്രാക്ചർ വരാനുള്ള ആ ഒരു അടിക്കടി വീണ് കഴിഞ്ഞാൽ എല്ല് പെട്ടെന്ന് പൊട്ടുക, അതിൻ്റെയൊക്കെ എല്ലുകൾക്കൊരു ബലക്ഷയം പോലെ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് നമുക്ക് മൂഡ് സ്വിങ്സ്, ഒരു ഡിപ്രഷൻ പോലെ. അതായത് ഒരു സന്തോഷമില്ലാതെ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് കരച്ചിലൊക്കെ വരും, വെറുതെ കരയുക. ഇങ്ങനെയൊക്കെ ഒരു ഉന്മേഷമില്ലാതെ, ഒരു സന്തോഷമില്ലാത്തൊരു അവസ്ഥ. അതേപോലെയാണ് മുടി കൊഴിയുക. അതായത് സാധാരണയിൽ നിന്നും കൂടുതലായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുക. നമ്മുടെ തലയിൽ ആ ഒരു ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും, മുടി കൊഴിഞ്ഞു പോയിട്ട്. തലയുടെ അടിയൊക്കെ കാണുന്ന പോലെ അത്രയും കൂടുതലായിട്ട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകും. ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഇത് വരുമ്പോഴാണ് നമ്മുടെ ശരീരം ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. ഭയങ്കരമായിട്ടും ഒരു ക്ഷീണമായിരിക്കും. ഓൾവേസ് എപ്പോഴും നമുക്ക് ആ ക്ഷീണം, മസിൽ പെയിൻ, ബോഡി പെയിൻ, ബാക്ക് വേദന. എല്ലാവരും പറയും എൻ്റെ ബാക്കിൽ ഭയങ്കര വേദനയാണ്, എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ക്ഷീണം പോലെ, എപ്പോഴും കിടക്കണം. ഇങ്ങനെയൊക്കെ നമുക്കൊരു ഒരു തോന്നലായിരിക്കും. ഇതൊക്കെ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുകയെന്നാണ്. ഈ വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രത്യേകിച്ച് ഒരു പൈസ ചിലവില്ലാതെ കിട്ടുന്ന ഒരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ ഡി. എവിടെയാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിനാണ് കേട്ടോ. പക്ഷെ നമുക്കിത് ഈ ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ ഈ ഒരു വെയിൽ കൊള്ളാനുള്ള ഒരു ടൈമില്ല. നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ 11 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുന്നതാണ് ഏറ്റവും നല്ലത്. അതൊരു 15 മിനിറ്റ്, ഒരാഴ്ചയിൽ 3 ദിവസമായിട്ട് ഒരു 11 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇത് കൊള്ളാനുള്ളൊരു സാഹചര്യം ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ് നോക്കാം. ഒന്നാമതായിട്ട് മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞയിൽ ഒരുപാട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പാല് ഉൽപ്പന്നങ്ങളായിട്ടുള്ള തൈര്, ചീസ്, ബട്ടർ, ഇതിലൊക്കെ വൈറ്റമിൻ ഡി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ പാക്കറ്റ് പാല്, പൊതുവേ ഉള്ളൊരു സംസാരമാണ് പാക്കറ്റ് പാല് നല്ലതല്ല, പാക്കറ്റ് പാലിൽ ഒന്നുമില്ല എന്നൊക്കെയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിപ്പോൾ കിട്ടുന്ന മിൽമയുടെ പാക്കറ്റ് പാലിലായാലും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയും ഫോർട്ടിഫൈ ചെയ്ത് വരുന്ന പാലുകളാണ് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റീസിൽ കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങുന്ന ഒരു ഐറ്റം ആണല്ലോ പാക്കറ്റ് പാല്. അപ്പോൾ ഈ പാലിനകത്ത് വൈറ്റമിൻ എയും ഡിയും ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആളുകൾക്ക് ആ ഒരു ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഫോർട്ടിഫൈ ചെയ്ത് ഈ മിൽമ പാൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പാക്കറ്റ് പാല് വാങ്ങിച്ച് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അതിനകത്ത് വൈറ്റമിൻ എയും ഡിയും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പാല്, തൈര്, ചീസ്, ബട്ടർ, ഇതിനകത്തൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് സൺഫ്ലവർ സീഡ്, ഈ സൂര്യകാന്തിയുടെ വിത്ത്. അതിനകത്തും നന്നായിട്ട് വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്, അതിനകത്തും വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. പിന്നെ വരുന്നത് ഓട്സ് നല്ലതാണ്. ആൽമണ്ട്സ്, അതായത് നമ്മുടെ ഈ ബദാം നല്ലതാണ്. പിന്നെ നമുക്ക് മീനിൽ കൂടുതലായിട്ട് വരുന്നത് ഈ ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ, സാൽമൺ അല്ലെങ്കിൽ ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ, ഇതിനകത്തൊക്കെ വൈറ്റമിൻ ഡി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ കൊള്ളാൻ പറ്റാത്ത ആളുകൾ ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്.
നമ്മുടെ എല്ലുകൾക്ക് പല്ലുകൾക്കൊക്കെ ശക്തി തരുന്നതാണ് ഈ കാൽസ്യം. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ ഈ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് വേണം. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ കാൽസ്യം കുറയും, കാൽസ്യം പല്ലുകളിലും എല്ലുകളിലും കുറയും. അപ്പോൾ നമ്മുടെ എല്ലുകൾക്കൊന്നും ശക്തി ഉണ്ടാവില്ല. എല്ലുകളായാലും പല്ലുകളായാലും അതൊക്കെ ക്ഷയിച്ചു പോകും പെട്ടെന്ന് അതാണ് ഫ്രാക്ചറൊക്കെ സംഭവിക്കുന്നത്. അതേപോലെ നമ്മുടെ മൂഡിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ടാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത്. പിന്നെ നമ്മുടെ ബ്രെയിൻ സെൽസ്, മസിൽസ്, പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമുക്ക് രോഗപ്രതിരോധം തരാൻ സഹായിക്കുന്നതിലും വൈറ്റമിൻ ഡിക്ക് നല്ല പങ്കുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻസൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ ഇതിനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഈ വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ വെയിൽ ഒരു 11 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു 15 മിനിറ്റ് ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം കൊള്ളാനെങ്കിലും നോക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.